ആളുകൾക്ക് മുഴുവനും അദ്ദേഹത്തോട് വെറുപ്പായി. അദ്ദേഹത്തിൻ്റെ ഉമ്മ പറയുമായിരുന്നു, ഇന്നെൻ്റെ മകൻ ഈ വീട്ടിലേക്ക് വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ സ്വസ്ഥതയോടെ ഉറങ്ങാമായിരുന്നു. ഇന്ന് ഞങ്ങളുടെ ഉപ്പ വന്നില്ലായിരുന്നുവെങ്കിൽ സമാധാനത്തോടു കൂടി ഞങ്ങൾക്ക് ഇരിക്കാമെന്ന് പറയുന്ന മക്കൾ, അതുപോലെ ഭാര്യ, അവരെല്ലാം അദ്ദേഹത്തെ വിമർശിക്കുകയും അദ്ദേഹത്തെ ശകാരിക്കുകയും ശപിക്കുകയും ചെയ്തിരുന്നൊരവസ്ഥയിൽ എല്ലാവരും കൂടി അദ്ദേഹത്തെ ഒരു പോലീസിൻ്റെ കൈകളിൽ ഏൽപ്പിക്കുകയാം. ആ മദ്യപാനിയായ സഹോദരനെ കൈകളിൽ ഏൽപ്പിക്കുമ്പോൾ ആ നാട്ടിലുള്ള മുഴുവൻ മനുഷ്യർക്കും സ്വസ്ഥതയോടെ ഉറങ്ങാൻ കഴിഞ്ഞൊരു രാത്രി. അങ്ങനെ എല്ലാവരും സ്വസ്ഥതയോടെ ഉറങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് സമാധാനത്തോടു കൂടി ഉറങ്ങാൻ കഴിയുന്നുണ്ട്, മക്കൾക്ക് സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെതായ എല്ലാവർക്കും, നാട്ടുകാർക്ക് മുഴുവനും സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഒരാൾ മാത്രം ആ നാട്ടിൽ ഉറങ്ങുന്നില്ല, മഹാനായ അബൂ ഹനീഫ റഹ്മത്തുള്ളാഹിൽ കുഫി. ആ അബൂ ഹനീഫ ഇമാം നേരെ അദ്ദേഹത്തെ പോലീസിൻ്റെ അരികിൽ ചെന്നുകൊണ്ട് അദ്ദേഹം രാത്രിയിൽ നമസ്കരിക്കുന്ന മഹാനായ അബൂ ഹനീഫ റഹ്മത്തുള്ളാഹിക്ക് രാത്രിയിൽ അദ്ദേഹം വലത്തെ ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കുമ്പോൾ ഉറക്കം വരുന്നില്ല. ആ നാട്ടിലെ സഹോദരൻ്റെ മനസ്സിനെ കുറിച്ചുള്ള ചിന്ത, ആ നാട്ടിലെ സഹോദരൻ മോശപ്പെട്ടവനായ വ്യക്തിയാണല്ലോ എന്ന് ഓർക്കുമ്പോഴുള്ള ചിന്ത, വലതുഭാഗത്തേക്ക് ചെരിയുമ്പോഴും ഇടതുഭാഗത്തേക്ക് ചെരിയുമ്പോഴും അബൂ ഹനീഫ ഇമാമിന് ഉറക്കം വരുന്നില്ല. അദ്ദേഹം നേരെ പോലീസ് സൂപ്രണ്ടിൻ്റെ അരികിലെത്തിയിട്ട് സ്വന്തം ജാമ്യത്തിൽ ആ മദ്യപാനിയായ സഹോദരനെ മോചിപ്പിച്ചുകൊണ്ട് സഹോദരൻ്റെ തോളുകളിൽ കൈകൾ വെച്ചുകൊണ്ട് പറയുകയാ, അല്ലയോ സഹോദര, ഇന്നലെ രാത്രി നിന്റെ വീട്ടിലുള്ള മുഴുവൻ ആളുകളും സമാധാനത്തോടെ ഉറങ്ങി, നിന്റെ നാട്ടുകാരുറങ്ങി, പക്ഷേ എനിക്ക് മാത്രം ഉറക്കം വന്നില്ല. കാരണം നാളെ റബ്ബിൻ്റെ കോടതിയിൽ നീ ചെയ്യുന്ന തിന്മ മദ്യപാനമാണ്. മദ്യപാനം എന്നത് ഉമ്മുൽ ഖബാഇസ് ആണ്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മദ്യപാനം എന്നത് തിന്മകളുടെ മാതാവാണ്. മദ്യപിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവന് വ്യഭിചരിക്കാൻ തോന്നും, മോഷ്ടിക്കാൻ തോന്നും, എല്ലാം അവൻ അനുവദനീയമായ രീതിയിൽ തോന്നും. എന്തേ? മദ്യപാനം ആ രീതിയിലുള്ള സ്വാതന്ത്ര്യമാണ് നൽകുന്നത്. അതുകൊണ്ട് നീ ഈ മദ്യപാനം കാരണം നിന്റെ വീട്ടുകാർക്ക് അത് ഇഷ്ടമല്ല, നിന്റെ കുടുംബക്കാർക്കൊന്നും ഇഷ്ടമില്ല, ഉപേക്ഷിച്ചുകൂടെ എന്ന് ചോദിക്കുമ്പോൾ മനഃശാസ്ത്രപരമായ ട്രീറ്റ്മെൻറ്റിലൂടെ പരിവർത്തനം വന്ന മദ്യപാനിയായ സഹോദരൻ ഇനി ഒരിക്കലും എൻ്റെ കൈകൾ കൊണ്ട് ഞാൻ മദ്യം സ്പർശിക്കയില്ല എന്ന് പറയുന്നു. എന്തിനേറെ ഈ ചരിത്രങ്ങൾ എവിടുന്നാണ് കടന്നു വരുന്നത്? സ്വഹാബത്തിൻ്റെ ജീവിതമാണ് അവർക്ക് പ്രചോദനം. അബൂ ഹനീഫ ഇമാം പഠിപ്പിക്കുന്നത് ഈ ചരിത്രമാണ്. മഹാന്മാരായ സ്വഹാബിവര്യന്മാർ വിശുദ്ധ ഖുർആനിലൂടെ മാറ്റം സംഭവിച്ച ചരിത്രങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ ചരിത്രം നമ്മൾ ഒരുപാട് കേട്ടതാണ്. ഖുർആനിൻ്റെ പാരായണം കേൾക്കുമ്പോൾ മാറ്റം സംഭവിച്ച സ്വഹാബിവര്യൻ, പ്രവാചകന്റെ സ്വഹാബിവര്യന്മാരുടെ ഓരോരുത്തരുടെയും ചരിത്രങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ അവരിലൊക്കെ സംഭവിച്ചൊരു മാറ്റമുണ്ട്. അള്ളാഹുവെക്കുറിച്ചുള്ള ഓർമ്മ വന്നത് വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം കേട്ടതുകൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം തന്നെ അറിയാമല്ലോ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എപ്പോഴും അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട്, ഇബ്നു മസ്ഊദേ, എനിക്ക് ഖുർആൻ ഒന്ന് പാരായണം ചെയ്തു തരുമോ, എനിക്ക് കേൾക്കാനുള്ള കൊതി കൊണ്ടാ എന്ന് പറയുമ്പോൾ, നബിയെ, അങ്ങേക്കല്ലയോ ഈ ഖുർആൻ അവതീർണമായത്, ഞാൻ എന്തിനാണ് വിശുദ്ധ ഖുർആൻ അങ്ങേക്ക് പാരായണം ചെയ്തു തരുന്നത് എന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, ഞാനത് മറ്റൊരാളിന് കേൾക്കാൻ ആഗ്രഹിക്കുന്നു എന്നതാണ്. ഇന്നി ഉഹിബ്ബു അൻ അസ്മഅ മിൻ ഗൈരി, മറ്റൊരാളിന് ഖുർആൻ കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇബ്നു മസ്ഊദേ, എനിക്കൊന്ന് ഖുർആൻ ഓതിത്തരുമോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയും അങ്ങനെ ഫഖറഅതു അലൈഹി സൂറത്ത് നിസാ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഓതുമ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെയധികം ശ്രദ്ധാപൂർവ്വം ഖുർആൻ കേൾക്കുകയാണ്. അങ്ങനെ ഫകൈഫ ഇദാ ജിഅനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ് വജിഅനാ ബിക അലാ ഹൗലാഇൻ ഷഹീദ എന്ന ആയത്തിലേക്ക് എത്തിയപ്പോൾ ഹസ്ബുകൽ ആൻ ഫൽതഫതു ഇലൈ ഫഇദാ ഐനാഹു തദ്രിഫാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർത്താൻ വേണ്ടി ഇബ്നു മസ്ഊദിനോട് ആവശ്യപ്പെടുകയും രണ്ട് കണ്ണുകളിലൂടെ കണ്ണുനീർ ധാരധാരയായിക്കൊണ്ട് പൊഴിക്കുന്ന ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിൻ്റെ ചരിത്രമാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രമാണ്. സൂറത്ത് നിസായിലൂടെ കടന്നുപോയപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കരയുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരിക്കുന്ന സന്ദർഭത്തിൽ ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നു നബിയോട് ചോദിക്കയാ, അല്ലാഹുവിൻ്റെ റസൂലേ, അങ്ങയുടെ തലമുടികൾ നരച്ചുവോ എന്ന് ചോദിക്കുമ്പോൾ പ്രവാചകൻ മരിക്കുന്ന സന്ദർഭത്തിൽ പോലും 20-ലധികം തലമുടികൾ പോലും നരച്ചിട്ടില്ല. എങ്കിൽ പോലും സ്വഹാബത്തിന് ആശങ്ക. അവർ പ്രവാചകരോട് ചോദിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂലെ, തലമുടികൾ നരച്ചുവോ? പ്രവാചകന്റെ മറുപടി, ഞാൻ സൂറത്തുൽ ഹദീദും വാഖിഅയും മുർസലാത്തും പാരായണം ചെയ്തു. അതേക്കുറിച്ചുള്ള ചിന്തകൾ, പരലോകത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ധാരാളമായിട്ടുള്ള ആ സൂറത്തുകളിലൂടെ കടന്നുപോയത് കൊണ്ട്
എൻ്റെ തലമുടികൾ പോലും നരച്ചു എന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ ഈ റമദാൻ വരുമ്പോൾ അല്പസമയമാണെങ്കിലും ശരി ഖുർആനിലൂടെ സംസ്കരിക്കപ്പെടാൻ, ഖുർആനിലൂടെ മാറ്റങ്ങൾ സംഭവിക്കാൻ, ഖുർആനിലൂടെ ശുദ്ധീകരിക്കാൻ കഴിയുന്ന വ്യക്തിയായിരിക്കണം നമ്മൾ. കാരണം നമുക്കൊരുപാട് സമയങ്ങൾ ബാക്കിയുണ്ട്. ഞാനും നിങ്ങളും ഖുർആനിൻ്റെതായ അഹിലുകാരായി തീരാൻ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ കാണാം, അദ്ദീനു അന്നസീഹ. ദീൻ എന്ന് പറഞ്ഞാൽ ഗുണകാംക്ഷയാണ്, നസീഹത്താണ്. അതുകൊണ്ട് നബി തിരുമേനിയോട് വീണ്ടും ചോദിക്കുക, ലിമൻ, ആരോടുള്ള നസീഹത്ത? റസൂലുള്ളാഹിയുടെ മറുപടി, ലില്ലാഹി വലി കിതാബി, അല്ലാഹുവോടും, വലി കിതാബിഹി, അവൻ്റെ ഗ്രന്ഥത്തോടും, വലി റസൂലിഹി, അവൻ്റെ പ്രവാചകരോടും, വലിയ അഇമ്മത്തിൽ മുസ്ലിമീൻ, അതുപോലെ തന്നെ മുസ്ലിങ്ങളിലെ വലിയ ആളുകളോട്, നേതാക്കന്മാരോടും, വഅമ്മതിഹിം, അവരിലെ പൊതുജനങ്ങളോട്, സാധാരണക്കാരോടും, അവരോടൊക്കെയുള്ള നസീഹത്താണ് ദീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ ദീനിൻ്റെ കാര്യം പഠിപ്പിക്കുമ്പോൾ കിതാബിനോടുള്ള നസീഹത്ത് അതെങ്ങനെയാണ് നമ്മൾ നിറവേറ്റുക? ഖുർആൻ പഠിക്കുക, ഖുർആനിൻ്റെതായ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക, അത്തരത്തിലുള്ള ചർച്ചകളും വേദികളും നമ്മൾ സംഘടിപ്പിക്കുക. അങ്ങനെയുള്ള നന്മയുടെ ആളുകളായി തീരാൻ ഈ റമദാനിലൂടെ നമ്മൾക്ക് സാധ്യമാവേണ്ടതുണ്ട് എന്നതാണ്. കാരണം ഖുർആൻ പഠിക്കുന്ന ആളുകളിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നു. നമ്മൾ ഖുർആൻ ഓതുമ്പോൾ റമദാനിലാണെങ്കിലും അല്ലാത്ത സന്ദർഭങ്ങളിലാണെങ്കിലും ഖുർആൻ ചിലപ്പോൾ ഓതാൻ തന്നെ താല്പര്യമുണ്ടാവില്ല, പാരായണം ചെയ്യാനും ഖുർആൻ എടുക്കാനും തന്നെ ആഗ്രഹം വരില്ല. പക്ഷേ ഖുർആൻ ഓതുമ്പോൾ അല്പസമയത്തേക്കെങ്കിലും ആ ചിന്ത, നന്മയുടെ ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരുന്നു. റമദാനായി കഴിഞ്ഞാൽ അതിനുവേണ്ടി ഒരുപാട് സമയം നമുക്ക് കണ്ടെത്താൻ കഴിയുന്നു. അങ്ങനെ ഖുർആനിൻ്റെ അർത്ഥം പഠിക്കാൻ, ഖുർആനിൻ്റെതായ തഫ്സീറുകൾ വായിക്കാൻ, പഠിക്കാൻ, ചിന്തിക്കാൻ, അതുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങളിൽ മുഴുകാൻ ഈ റമദാൻ നമുക്ക് കഴിയണം. കാരണം നമ്മുടെ മുൻഗാമികളായ ആളുകൾ അവർ മനസ്സിലാക്കിയ നന്മകൾ, ഖുർആനിലൂടെ അവർക്ക് സംഭവിച്ച മാറ്റങ്ങൾ, മഹാനായ അബ്ദുല്ലാഹി ഉമർ റളിയല്ലാഹു തആല അൻഹു, ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ പരലോകത്തെക്കുറിച്ചോ നരകശിക്ഷയെക്കുറിച്ചോ ഉള്ള ആയത്തുകൾ അദ്ദേഹം പാരായണം ചെയ്താൽ ഒരു ചെറിയ കുട്ടി വാവിട്ട് കരയുന്നത് പോലെ പൊട്ടി പൊട്ടി കരയുന്ന അബ്ദുല്ലാഹി ഉമർ ഉത്തബിയുസ് സുന്ന എന്ന് പറയപ്പെടുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന് അതേ പ്രകാരം നബി നടന്നതുപോലെ നടക്കുകയും ഇരുന്നതുപോലെ ഇരിക്കുകയും സംസാരിച്ചതുപോലെ സംസാരിക്കുകയും പ്രവാചകന്റെ പെരുമാറ്റം പോലെയുള്ള പെരുമാറ്റവും പ്രവാചകന്റെ ജീവിത രീതികൾ പോലെ ജീവിക്കുകയും ചെയ്ത അബ്ദുല്ലാഹി ഉമർ റളിയല്ലാഹു തആല അൻഹു, ആ മഹാനായ സഹാബി വര്യൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ, ഖുർആനിൻ്റെതായ ആയത്തുകളിലൂടെ കടന്നു പോകുമ്പോൾ, പരലോകവുമായി ബന്ധപ്പെട്ട ആയത്തുകളിലൂടെ കടന്നുപോയി കഴിഞ്ഞാൽ ചെറിയ കുട്ടി കരയുന്നത് പോലെ കരയുമായിരുന്നു എന്നാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ റമദാനിലൂടെ ഖുർആൻ പാരായണവുമായി ബന്ധപ്പെട്ട ചർച്ചാവേദികളിൽ സംഘടിപ്പിക്കുക. എങ്ങനെ ഖുർആനുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു രീതിയിൽ എന്തെങ്കിലും ഒരു സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നാലാളിരുന്ന് ഖുർആൻ പഠിക്കുന്നൊരവസ്ഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പഠിപ്പിക്കുകയാണ്. വമാ ഇജ്തമാ ഖൗമൻ ഫീ ബൈത്തി മിൻ ബുയൂത്തില്ലാഹ് യത്ലൂന കിതാബല്ലാഹ് വയതദാറസൂനഹും ബൈനഹും ഇല്ലാ നസലത് അലൈഹിമുസ് സകീന. ഒരു വിഭാഗം അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽ ഏതെങ്കിലും ഒരു ഭവനത്തിലിരുന്നു കൊണ്ട് ഖുർആനെ കുറിച്ച് പഠിക്കാൻ, അല്ലെങ്കിൽ മസ്ജിദിലിരുന്നു കൊണ്ട് അവർ പരസ്പരം കൂടിയിരിക്കുകയും എന്നിട്ട് ഖുർആനെ കുറിച്ച് പഠിക്കുകയും പാരായണം ചെയ്യുകയും ചർച്ച ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ഇല്ലാ നസലത്ത് അലൈഹിമുസ് സകീന, അള്ളാഹുവിൻ്റെ സമാധാനം അവരിലേക്ക് ഇറങ്ങും. വഅശിയതുഹുമുർ റഹ്മ, അള്ളാഹുവിൻ്റെ മലക്കുകൾ അവരെ വലയം ചെയ്യും. അതുപോലെ വഹശിയതുഹുമുർ റഹ്മ, അള്ളാഹുവിൻ്റെ കാരുണ്യം അവരെ മൂടുകയും വഹഫത്തുഹുൽ മലായിക, മലക്കുകൾ അവരെ വലയം ചെയ്യുകയും ചെയ്യും. വദക്കറഹുമുല്ലാഹു ഫീമൻ ഇൻദ, അള്ളാഹുവിൻ്റെ ഏറ്റവും അടുത്ത മലക്കുകൾ അവരെക്കുറിച്ച് അള്ളാഹുവോട് പ്രശംസ നടത്തുകയും ചെയ്യും. അതുകൊണ്ട് ആ പ്രശംസ നടത്തുന്ന വ്യക്തികളിൽ ഇപ്പം അള്ളാഹു ഏതെങ്കിലും ഒരു വ്യക്തിയെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹു ജിബ്രീലിനെ വിളിക്കും, എന്നിട്ട് പറയും ഞാൻ ഇന്നാളെ സ്നേഹിക്കുന്നുണ്ട്, ജിബ്രീലെ നിങ്ങളും അയാളെ സ്നേഹിക്കുക. അപ്പോൾ ജിബ്രീൽ മലക്കുകളെ മുഴുവനും വിളിച്ചു പറയും അള്ളാഹ് ഇന്നാളെ സ്നേഹിക്കുന്നുണ്ട്, നമ്മളും അയാളെ സ്നേഹിക്കുക. അങ്ങനെ അള്ളാഹുവിൻ്റെ സ്നേഹം ഒരു വ്യക്തിക്ക് ലഭ്യമായി കഴിഞ്ഞാൽ മലക്കുകളുടെ സ്നേഹം അയാളുടെ മേലുണ്ടാവും. മലക്കുകളുടെ സ്നേഹം ഉണ്ടായിക്കഴിഞ്ഞാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും സ്നേഹം അയാളിലേക്ക് വരും. അങ്ങനെയുള്ളൊരവസ്ഥയായിരിക്കണം നമ്മിലുണ്ടാവേണ്ടത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ ഖുർആൻ മാറ്റം സംഭവിക്കാൻ, അല്ലെങ്കിൽ ഖുർആനിലൂടെ ശുദ്ധീകരിക്കപ്പെടാനും സംസ്കരിക്കപ്പെടാനും പറ്റുന്ന ഏറ്റവും നല്ല
നമ്മുടെ ജീവിതത്തിലുള്ള ഒഴിവു സമയങ്ങൾ, ഓഫീസ് ടൈം കഴിഞ്ഞാലാണെങ്കിലും അല്ലാത്തുമ്പോഴാണെങ്കിലും ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ജീവിതം ഈ റമദാനിൻ്റെ മുന്നോടിയായിക്കൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. എങ്ങനെ? ഖുർആനിൻ്റെ അഹ്ലികരായി തീരാൻ തീരുമാനിക്കുകയും അത്തരത്തിൽ നമ്മുടെ മൊബൈൽ ഫോണുകളിലാണെങ്കിലും നമ്മുടേതായ ങ്ങളിൽ അങ്ങനെയുള്ള അവസ്ഥകൾ, എങ്ങനെ ഖുർആൻ പാരായണം കാതുകളിൽ വെച്ചുകൊണ്ട് കേൾക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ, ഖുർആന്റെ അർത്ഥം പഠിക്കാൻ പറ്റുന്ന സംവിധാനങ്ങൾ, ഇതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. കാരണം മൻ അല്ലമ ആയത്തൻ മിൻ കിതാബില്ലാഹി അസ്സ വജൽ കാന ലഹു സവാബഹുമാ മാ തുലിയത്. ആരെങ്കിലും അള്ളാഹുവിൻ്റെ ഗ്രന്ഥങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിൽ നിന്ന് ഒരായത്ത് പഠിച്ചു കഴിഞ്ഞാൽ പ്രസ്തുത ആയത്ത് പാരായണം ചെയ്യപ്പെടുന്ന കാലമത്രയും അയാൾക്ക് ഇങ്ങനെ പ്രതിഫലം വന്നുകൊണ്ടേയിരിക്കും. ഇപ്പം നമുക്ക് ചിലപ്പോൾ ഓതാൻ തന്നെ നേരെ കഴിയുന്നുണ്ടാവില്ല. നമ്മുടെ കൂട്ടത്തെ പല ആളുകൾക്കും തപ്പിത്തടഞ്ഞുകൊണ്ട് വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് അക്ഷരങ്ങൾ പോലും നേരെ അറിയാത്ത പല ആളുകളും ഉണ്ടായേക്കാം. നേരാവിധത്തിൽ പഠിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ ജീവിച്ചവരായിരിക്കാം. പക്ഷേ നമ്മൾ തപ്പിത്തടഞ്ഞുകൊണ്ട് വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് നമ്മൾ ഓതുന്നുവെങ്കിൽ പോലും നമുക്കതിന് പ്രതിഫലമുണ്ട്. വളരെ തപ്പിത്തടഞ്ഞ് പ്രയാസപ്പെട്ട് ഓതുന്നവന് 2 ഇരട്ടി പ്രതിഫലമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ ഖുർആൻ എന്നൊരു അക്ഷരമാണ് പാരായണം ചെയ്യുന്നതെങ്കിൽ പോൽ മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാ ഫലഹു ബിഹസനത്തിൻ വൽ ഹസനത്തു ബിഅശ്രി അംസാലിഹാ ലാ ഖൂലു ലഹു അലിഫ് ലാം മീം ഹർഫ് വലാകിൻ അലിഫുൻ ഹർഫ് വലാമുൻ ഹർഫ് വമീമുൻ ഹർഫ്. ഖുർആനിൽ നിന്ന് അലിഫ് ലാം മീം എന്ന് പാരായണം ചെയ്തു കഴിഞ്ഞാൽ 10 പ്രതിഫലമുണ്ട്. അലിഫിന് 10, ലാമിന് 10, മീമിന് 10, മൊത്തം 30 പ്രതിഫലമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലൂടെ നോക്കിയാൽ ഖുർആനിൻ്റെ മഹത്വങ്ങൾ പറയുന്ന ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാം. വിശുദ്ധ ഖുർആനിൻ്റെ മഹത്വവും ഖുർആനിൻ്റെതായ പ്രതിഫലാർഹമായ രീതിയിൽ ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒരുപാട് മര്യാദകൾ നമുക്ക് കാണാൻ കഴിയും. അപ്പം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്, നമ്മൾ നമസ്കാരത്തിന് ഇമാമ് നിൽക്കുമ്പോൾ അവിടെയും മുൻതൂക്കം ഖുർആൻ പഠിച്ച വ്യക്തിക്കാണ്. പിന്നെയോ ഒരു ശൂറ അംഗമാണെങ്കിൽ അവിടെ പോലും ഏറ്റവും കാര്യങ്ങൾ കൂടിയാലോചന നടത്തുമ്പോൾ അതിൽ അഭിപ്രായം പറയാൻ ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യമുള്ളത് ഖുർആൻ കൂടുതൽ പഠിച്ച വ്യക്തിക്കാണ്. വകാനൽ ഖുറാഉ വസ്ഹാബ മജ്ലിസ് ഉമർ വമുശാവറതി ഖുഹൂലൻ കാനു ഔ ശുബ്ബാന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബി അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ സദസ്സിലെ ഞങ്ങൾ കൂടിയാലോചന നടത്തുമ്പോൾ അതിൽ ഖുർആൻ പഠിച്ച വ്യക്തിയുണ്ടായെങ്കിൽ ആ വ്യക്തിക്കാണ് കൂടുതൽ പ്രാമുഖ്യവും അദ്ദേഹത്തിനാണ് കുറച്ച് പ്രാധാന്യവും നൽകാറുണ്ടായിരുന്നത്. കാരണം ഖുർആൻ പഠിച്ച ആളുകൾക്ക് എവിടെയും സ്ഥാനമാണ്. എവിടെയും അതേ അയാൾക്ക് ഇഹലോകത്താണെങ്കിലും പരലോകത്താണെങ്കിലും അദ്ദേഹത്തിന് സ്ഥാനമുണ്ട്. പരലോകത്തെത്തിക്കഴിഞ്ഞാൽ ഇഖ്റഉൽ ഖുർആൻ ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലിഅസ്ഹാബി. ഖുർആൻ നിങ്ങൾ ധാരാളമായി കൊണ്ട് പാരായണം ചെയ്യുക. ഖുർആൻ പാരായണം ചെയ്തു കഴിഞ്ഞാൽ ഖിയാമത്ത് നാളിൽ നിങ്ങൾക്കത് ശുപാർശകനായിക്കൊണ്ട് കടന്നു വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അതുപോലെ ഖുർആൻ പാരായണം ചെയ്യുന്ന വ്യക്തിക്ക് അസ്സിയാമു വൽ ഖുർആൻ യശ്ഫഅാൻ ലബ്ദി യൗമൽ ഖിയാമ. നോമ്പും ഖുർആനും ഖിയാമത്ത് നാളിൽ അന്ത്യനാളിൽ ദാസന് വേണ്ടി ശുപാർശ പറയുന്നതാണ്. വയഖൂലുൽ ഖുർആൻ, ഖുർആൻ പറയും, മനഅതുഹുൻ നൗം ബില്ലൈലി ഫശഫ്ഇനി ബി ഖാല ഫയശഫഅൻ. ഞാൻ രാത്രിയിൽ ഇയാളുടെ ഉറക്കത്തെ നശിപ്പിച്ചവനാണ്, അല്ലെങ്കിൽ ഉറക്കത്തിൽ നിന്ന് ഇയാളെ തടഞ്ഞവനാണ്, ഇയാൾക്ക് വേണ്ടി എൻ്റെ ശഫാഅത്തിനെ സ്വീകരിക്കണമേ എന്ന് ഖുർആൻ പാരായണം ചെയ്ത വ്യക്തിക്ക് വേണ്ടി അയാൾക്ക് വേണ്ടി വാദിക്കും അല്ലെങ്കിൽ ശുപാർശ ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവാചകന്റെ ഹദീസുകളിലേക്ക് നോക്കിയാൽ ഒരുപാട് ആളുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, നിങ്ങൾക്ക് ബുത്ഹാനിലോ അഖീഖിലോ ഒരു ചുവന്ന ഒട്ടകം ലഭ്യമാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ വിശുദ്ധ ഖുർആനിൻ്റെ ഏതെങ്കിലും ഒരു ആയത്ത് പള്ളിയിലിരുന്നു കൊണ്ട് പാരായണം ചെയ്തു കഴിഞ്ഞാൽ ബുത്ഹാനിലോ അഖീഖിലോ ചുവന്ന ഒട്ടകം ലഭ്യമാകുന്നതിനേക്കാൾ അതാണ് ഏറ്റവും നല്ലത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. പിന്നെയോ നിങ്ങൾക്ക് അസൂയപ്പെടാൻ പറ്റുമെങ്കിൽ പോലും 2 വിഷയങ്ങളിൽ മാത്രമേ അസൂയപ്പെടാൻ പറ്റൂ. ഒന്ന്, ഖുർആൻ പഠിച്ച ഖുർആനിൽ അവഗാഹമുള്ള ഒരു വ്യക്തി, അയാളെപ്പോലെ എനിക്കും ഖുർആൻ പഠിച്ചുകൊണ്ട് അല്ലെങ്കിൽ അറിവ് നേടിയിട്ട് കിടമത്സരം നടത്താം എന്ന രീതിയിൽ മാത്രമേ അസൂയപ്പെടാൻ പോലും പാടുള്ളൂ. ഒന്ന്, സമ്പത്ത് ഒരു വ്യക്തിക്ക് അല്ലാഹു നൽകി, അതുപോലെ എനിക്കും സമ്പത്തുണ്ടായി കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനധർമ്മം ചെയ്യുമെന്ന് റിയാ വരാത്ത, ലോകമാന്യത വരാത്ത രീതിയിൽ ഉദ്ദേശിക്കുന്ന മനുഷ്യന്
അതുപോലെ ഖുർആൻ പഠിച്ചുകൊണ്ട് ആളുകൾക്കത് പഠിപ്പിക്കാം, എനിക്കത് പാരായണം ചെയ്യാം എന്ന രീതിയിലും അസൂയപ്പെടാം എന്നതല്ലാതെ വേറെ ഒരു വിഷയത്തിലും മനുഷ്യർക്ക് പരസ്പരം അസൂയ പോലും പാടില്ല എന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പഠിക്കുന്ന ഖുർആൻ മുഖേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ സ്വഹാബിമാർ ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് സൂറത്തുകളുടെ പ്രത്യേകതകളും സൂറത്തുകളുടെ പ്രാധാന്യങ്ങളും അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. ഫാത്തിഹയ്ക്കുള്ള പ്രത്യേകത അവർക്കറിയാം, അതുപോലെ സൂറത്തുൽ ബഖറയ്ക്കുള്ള പ്രത്യേകത അറിയാം. ഓരോ സൂറത്തുകളുടെ പ്രത്യേകത നമ്മുടെ കുടുംബത്തിലെ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കാൻ, മക്കളെ നമ്മൾ പഠിപ്പിച്ച് ഉത്ബോധിപ്പിക്കാൻ, ജീവിതത്തിൽ നമ്മുടെ ഭാര്യയ്ക്ക് നമ്മൾ ഫോൺ വിളിക്കുമ്പോൾ ഒരുപാട് നേരം സംസാരിക്കുന്നു, മക്കളോട് സംസാരിക്കുന്നു, ഒരുപാട് ആളുകളോട് നമ്മൾ സംസാരിക്കുന്നു. പക്ഷേ നന്മയുടേതായ ഒരു സന്ദേശം അവരിലേക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുക. നമ്മുടെ മക്കളോട് നമുക്ക് നിബന്ധന വെക്കാൻ, ഖുർആനിലെ ഒരു സൂറത്ത് നീ പഠിക്കുന്നുവെങ്കിൽ നിനക്ക് ഇന്നത് ഞാൻ നൽകാം, ഖുർആനിലെ ഇന്ന സൂറത്ത് എന്ന് നീ പാരായണം ചെയ്യുന്നുവെങ്കിൽ നിനക്ക് ഇന്നത് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു എന്ന് പറയാൻ. പലപ്പോഴും നമ്മൾ ഇന്ന പരീക്ഷയ്ക്ക് ഇത്ര മാർക്ക് വാങ്ങിയാലും ഇന്നത് ഞാൻ ഓഫർ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഖുർആനിലെ ഒരു സൂറത്ത് പഠിക്കാൻ നമ്മൾ നിർദ്ദേശിക്കുന്ന ഒരു സൂറത്ത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആയത്ത് പഠിക്കാനും അത് പരിപോഷിപ്പിക്കാനും അത് ജീവിതത്തിൻ്റെ അന്ത്യം വരെ നിലനിർത്താനും മക്കളെ പരിപോഷിപ്പിക്കുന്ന രക്ഷിതാക്കളായി തീരാൻ നമുക്ക് സാധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, നിങ്ങളുടെ വീട്ടിൽ പിശാച് പോലും പ്രവേശിക്കാതിരിക്കണമെങ്കിൽ ലാ തജ്അലൂ ബുയൂതകും മഖാബിറ ഇന്ന ശൈത്വാൻ യൻഫിറു മിനൽ ബൈത്തില്ലദീ തുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ. പിശാചിന് ഏറ്റവും അധികം വെറുപ്പുള്ള വീട് എന്ന് പറഞ്ഞാൽ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്ന വീടാണ്. അതുകൊണ്ട് ഇഖ്റഉ സൂറത്തുൽ ബഖറ ഫഇന്ന അഹദഹാ ബറക വതർകഹാ ഹസ്റ വലാ തസ്തതിഉൽ ബത്വല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, നിങ്ങൾ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുക. സൂറത്തുൽ ബഖറ പാരായണം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ബർക്കത്താണ്, സ്വീകാര്യമായ സംഗതിയാണ്. അതുപോലെ അതിനെ നിങ്ങൾ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ, നിങ്ങളെങ്ങാനും അത് ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരിക്കലും തന്നെ നിങ്ങൾക്ക് അത് താങ്ങാനും സാധിക്കുകയില്ല. സൂറത്തുൽ ബഖറ പാരായണം ചെയ്തു കഴിഞ്ഞാൽ ബർക്കത്തായിക്കൊണ്ട് നമുക്കത് അനുഭവപ്പെടുന്നതും പിശാച് പോലും നമ്മുടെ വീടിനെ വെറുക്കും, പിശാചിന് പോലും ഇഷ്ടമില്ലാത്ത വീടായി തീരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഓരോ സൂറത്തുകളുടെ പ്രത്യേകതകൾ നമ്മൾ ഗ്രഹിക്കുക. റമദാൻ വരുമ്പോൾ ആ സൂറത്തുകൾക്ക് കുറച്ച് പ്രാധാന്യം നൽകിയിട്ട് അത് ഹൃദിസ്ഥമാക്കാനും ദൈനംദിന ജീവിതത്തിലൂടെ അത് കൊണ്ടുപോകാനും പ്രത്യേകം ശ്രദ്ധിക്കുക. ആയത്തുൽ കുർസിയുടെ പ്രത്യേകത നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല നിവേദനം ചെയ്യുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കൽ അബുൽ മുൻദിറിനെ വിളിക്കുകയാണ്, അതദരി അയ്യു ആയ മിൻ കിതാബില്ലാഹി മഅക അലം. അല്ലയോ അബുൽ മുൻദിറെ, വിശുദ്ധ ഖുർആനിലെ ഏറ്റവും അധികം ശ്രേഷ്ഠതയുള്ള ആയത്ത് ഏതാണെന്ന് നിനക്കറിയുമോ? അപ്പോൾ അദ്ദേഹം പറയുകയാം, അല്ലാഹുവിനും റസൂലിനും അറിയുക, അല്ലാഹു റസൂലു അലം, അല്ലാഹുവിനും റസൂലിനുമാണ് അറിയുക. നബി തിരുമേനി പഠിപ്പിക്കുകയാം, യാ അബൽ മുൻദിർ അതദ്രി അയ്യു ആയ മിൻ കിതാബില്ലാഹി മഅക അലം. അല്ലയോ അബുൽ മുൻദിറെ, നിനക്കാണ് അല്ലാഹുവിനും അല്ലാഹുവിൻ്റെ റസൂലിനുമാണ് അറിയുക എന്ന് പറയുമ്പോൾ അല്ലാഹുവിൻ്റെ ഖുർആനിൽ ഏറ്റവും അധികം മഹത്വമുള്ള ആയത്താണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്യുകയാണ്, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന് തുടങ്ങുന്ന ആയത്തുൽ കുർസി. ആയത്തുൽ കുർസിയുടെ മഹത്വമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുപോലെ പ്രവാചകൻ അബൂ ഉമാമ റളിയല്ലാഹു തആല നിവേദനം ചെയ്യുകയാണ്, മൻ ഖറഅ ആയത്തുൽ കുർസി അഖിബ കുല്ലി സ്വലാ, എല്ലാ നമസ്കാരത്തിൻ്റെയും ശേഷം ആയത്തുൽ കുർസി പാരായണം ചെയ്തു കഴിഞ്ഞാൽ ലം യംനഉഹു മിൻ ദുഖൂലിൽ ജന്ന ഇല്ലാ അയ്യമൂത്, അയാളുടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ മരണമല്ലാതെ മറ്റൊന്നും അയാൾക്ക് തടസ്സമായിട്ടില്ല. അയാൾ മരിച്ച അയാൾക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാം. എന്തേ? ആയത്തുൽ കുർസി അയാൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പഠിപ്പിക്കുകയാണ്, ഇദാ അവൈത ഇലാ ഫിറാശിക ഫഖറ ആയത്തുൽ കുർസി ലൻ യസാല അലൈക മിനല്ലാഹി ഹാഫിൽ വലാ യഖറബുക ശൈത്വാൻ ഹത്താ തുസ്ബിഹ ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദഖക വഹുവ കദൂബൻ ദാക ശൈത്വാൻ. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകൻ പിശാചിനെ ദേഷ്യമുള്ള സംഗതിയായിക്കൊണ്ട് പഠിപ്പിക്കുന്ന സംഗതി എങ്ങനെ? ഈ ആയത്തുൽ കുർസിയാണ്. ആയത്തുൽ കുർസി പ്രഭാതത്തിൽ പാരായണം ചെയ്തു കഴിഞ്ഞാൽ പ്രദോഷമാകുന്നത് വരെ അയാളെ പിശാച് ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കുകയില്ല. പ്രഭാതം മുതൽ പ്രദോഷം വരെ പിശാച് എന്നുള്ള പ്രയാസങ്ങൾ അയാളിലേക്ക് ഏൽക്കേണ്ടി വരില്ല. അതുപോലെ പ്രദോഷമായി കഴിഞ്ഞ് പ്രഭാതം വരെയും പിശാചിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഏൽക്കേണ്ടി വരില്ല.
ആയത്തിൽ കുറിച്ച് പാരായണം ചെയ്തു കഴിഞ്ഞാൽ, അതുപോലെ കിടന്നുറങ്ങുന്ന സന്ദർഭത്തിലും ആയത്തിൽ കുറിച്ച് പാരായണം ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം നിർദ്ദേശം നൽകിയ സംഗതിയാണ്. പിന്നെയോ സൂറത്ത് ബഖറയുടെ അവസാനത്തിലുള്ള 2 ആയത്തുകൾ, അതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു. അന്ന മൻ ഖറഅ ആയത്തൈനി മിൻ ആഖിരി സൂറത്തിൽ ബഖറ ഫീ ലൈലത്തിൻ കഫതാ, ആരെങ്കിലും സൂറത്തുൽ ബഖറയുടെ അവസാനത്തിലുള്ള 2 ആയത്തുകൾ അത് പാരായണം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കഫത്താഹു, സുരക്ഷയാണ്, സമാധാനമാണ്. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഏത് ആമന റസൂലി മാ ഉൻസില തുടങ്ങുന്ന സൂറത്തുൽ ബഖറയുടെ ആമന റസൂലു അവസാനത്തിലുള്ള 2 ആയത്തുകൾ അത് പാരായണം ചെയ്യുന്ന വ്യക്തിക്ക് കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ അത് സുരക്ഷയാണ്, സമാധാനമായി കൊണ്ടാണ് അവിടുന്ന് പഠിപ്പിക്കുന്നത്. അതുപോലെ സൂറത്തുൽ ബഖറയും ആലിമ്രാനും പാരായണം ചെയ്യുന്ന വ്യക്തികൾക്ക് അത് പരലോകത്ത് പ്രത്യേകമായി കൊണ്ട് ശുപാർശ ചെയ്യുമെന്ന് ഇഖ്റഉൽ ഖുർആൻ ഫഇന്നഹു യഅതി യൗമൽ ഖിയാമ ഷഫീഅൻ ലിഅസ്ഹാബി ഇഖ്റഉസ് സഹ്റാവൈൻ അൽ ബഖറ വസൂറത്തു ആലിമ്രാൻ. സൂറത്തുൽ ബഖറയും ആലിമ്രാനും പാരായണം ചെയ്തു കഴിഞ്ഞാൽ ഖിയാമത്ത് നാളിൽ പരലോകത്ത് നിങ്ങൾക്കത് ശുപാർശകരായിക്കൊണ്ട് കടന്നു വരുമെന്നും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുപോലെ സൂറത്തുൽ കഹ്ഫിലെ തുടക്കത്തിലെ 10 ആയത്തുകൾ അല്ലെങ്കിൽ അവസാനത്തിലെ 10 ആയത്തുകൾ, മൻ ഹഫിദ 10 ആയാത്ത് മിൻ അവ്വലി സൂറത്തുൽ കഹ്ഫ് ഉസിമ മിനദ് ദജ്ജാൽ, ദജ്ജാലിന്റെ ദ്രോഹത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ കഴിയും. സൂറത്തുൽ കഹ്ഫിലെ തുടക്കത്തിലെ 10 ആയത്തുകൾ അല്ലെങ്കിൽ അവസാനത്തിലെ 10 ആയത്തുകൾ നിങ്ങൾ ഹൃദിസ്ഥമാക്കി കഴിഞ്ഞാൽ, മനഃപ്പാഠമാക്കി കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ കഴിയുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുപോലെ മൻ ഖറഅ സൂറത്തുൽ കഹ്ഫ് ഫീ യൗമിൽ ജുമുഅത്തി അളാഅ ലഹു മിനൻ നൂരി മാ ബൈനൽ ജുമുഅത്തൈൻ, ഒരു ജുമുഅ മുതൽ അടുത്ത ജുമുഅ വരെ നിങ്ങളുടെ മനസ്സിനെ പ്രകാശപൂരിതമാക്കി മാറ്റും. ഏത് പാരായണം ചെയ്തു കഴിഞ്ഞാൽ? സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്തു കഴിഞ്ഞാൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുപോലെ സൂറത്തുൽ ഫത്ഹിന്റെ മഹത്വം അവിടുന്ന് പഠിപ്പിച്ചു. ലഖദ് ഉൻസിലത് അലയ്യ ലൈല സൂറത്തുൽ ലഹിയ ഹബ്ബു ഇലയ്യ മിമ്മാ തലഅത് അലൈ അശ്ശംസ് തുമ്മ ഖറഅ ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീനാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, നിശ്ചയം ഈ രാത്രിയിൽ എനിക്കൊരു ഖുർആനിലെ സൂറത്ത് അവതരിപ്പിക്കപ്പെട്ടു. അതാകട്ടെ സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും അധികം അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും അധികം എനിക്ക് ഇഷ്ടപ്പെട്ട സംഗതിയായി എനിക്ക് അനുഭവപ്പെട്ടു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്യുകയാണ്, ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ ഫത്ഹിന്റെ മഹത്വമാണ് പഠിപ്പിക്കുന്നത്. അതുപോലെ സൂറത്തുൽ മുൽക്കിന്റെ മഹത്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. സൂറത്തുൽ ഖുർആനി 30 ആയ ഖാസമതൻ സ്വാഹിബിഹാ ഹത്താ അദ്ഖൽതുൽ ജന്ന വഹിയ സൂറത്ത് തബാറക എന്ന് പറയുന്ന 30 ആയത്തുകളുടെ വിശുദ്ധ ഖുർആനിലെ സൂറത്ത് മുൽക്ക് നിങ്ങൾ പാരായണം ചെയ്തു കഴിഞ്ഞാലും അതിൻ്റെതായ ആളുകൾക്ക് വേണ്ടി അത് വാദിക്കുമെന്നതും, അതുപോലെ ഹത്താ ഗുഫിറ ലഹു, അയാളുടെ പാപങ്ങൾ പൊഴിച്ചു കളയുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്. അപ്പോൾ ഓരോ സൂറത്തുകളുടെ പ്രത്യേകമായിക്കൊണ്ടുള്ള പ്രത്യേകതകളും മഹത്വവും പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഈ അറിയുന്ന സൂറത്തുകൾ ഏതെങ്കിലുമൊക്കെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ടുവരാൻ റമദാനിൽ കൂടുതൽ നമുക്ക് സമയം അതിനായിക്കൊണ്ട് മാറ്റിവെക്കാനും അത് ശ്രദ്ധിക്കാനും സാധിക്കുന്നതിനാൽ നമ്മൾ ഇത്തരത്തിലുള്ള സൂറത്തുകളുടെ മഹത്വങ്ങൾ പ്രത്യേകമായിക്കൊണ്ട് ഹദീസുകളിൽ വന്നതിനാൽ അത് ശ്രദ്ധിക്കാനും സൂക്ഷിക്കാനും നമുക്ക് സാധിക്കണമെന്നതാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ ബയ്യിനയുടെ പ്രത്യേകത പഠിപ്പിക്കുകയാണ്. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലിഉബയ്യിൻ ഇന്നല്ലാഹ അമറനി അൻ അഖറ അലൈക ലം യകുനിൽ ലദീന കഫറു ഖാല വസമ്മാനി ഖാല നഅം ഫബകാ. മഹാനായ ഉബയ്യ് റളിയല്ലാഹു തആല അൻഹു ഇബ്നു കഅബിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, എന്നോട് സൂറത്തുൽ ബയ്യിന താങ്കൾക്ക് ഓതി കേൾപ്പിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അപ്പോൾ ഉബയ്യ് ചോദിക്കുകയാണ്, എൻ്റെ പേര് പ്രത്യേകമായി കൊണ്ട് പറഞ്ഞിട്ടുണ്ടോ? അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എൻ്റെ പേര് നിങ്ങളുടെ പേരും പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ? ബയ്യിനയുടെ മഹത്വം പഠിപ്പിക്കാനായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉബയ്യ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ പേരെടുത്തുകൊണ്ട് പ്രത്യേകമായി അല്ലാഹു പറഞ്ഞു എന്ന രീതിയിൽ നിർദ്ദേശിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സൂറത്തുൽ ബയ്യിനയും അതുപോലെ തന്നെ ഇത്തരത്തിൽ ഓരോ സൂറത്തുകളും മഹത്വമായിക്കൊണ്ട് എല്ലാ സൂറത്തുകൾക്കും പ്രത്യേകതയുണ്ട്, എല്ലാ സൂറത്തുകൾക്കും ആയത്തുകൾക്കും ഒക്കെ പ്രത്യേകതയുണ്ട്. പക്ഷെ പ്രത്യേകമായിക്കൊണ്ട് മഹത്വപ്പെടുത്തി തന്ന ഇത്തരത്തിലുള്ള സൂറത്തുകളും ആയത്തുകളും നമ്മൾ കൂടുതലായിക്കൊണ്ട് ശ്രദ്ധിക്കുക. അതുപോലെ സൂറത്ത് ഇഖ്ലാസ് ചെറിയ സൂറത്താണ്. 10 പ്രാവശ്യം അത് പാരായണം ചെയ്തു കഴിഞ്ഞാൽ, യാ റസൂലല്ലാഹ് ഇന്നി ഉഹിബ്ബു ഹാദ സൂറ, ഞാൻ ഈ സൂറത്തിനെ സ്നേഹിക്കുന്നു നബിയെ എന്ന് നബിയുടെ അരികിൽ വന്നുകൊണ്ടൊരു സഹാബി പറയുകയാ, ഖുൽ ഹുവല്ലാഹു അഹദ്
എന്ന സൂറത്ത് ഓതിയിട്ട് പ്രവാചകൻ പറഞ്ഞു, ഹുബ്ബുക ഇയ്യാഹ യുദ്ഖിലുക്കൽ ജന്ന, നിനക്കതിനോടുള്ള സ്നേഹം നിന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കട്ടെ, അല്ലെങ്കിൽ നിന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു. എന്തേ? ഇഖ്ലാസിന്റെ മഹത്വം, സൂറത്ത് ഖുൽ ഹുവല്ലയുടെ മഹത്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിലൂടെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസത്തിൽ കഴിയുമെങ്കിൽ 10 പ്രാവശ്യം അത് പാരായണം ചെയ്യുമെങ്കിൽ നബി പഠിപ്പിക്കുകയാണ്, ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ നിങ്ങൾക്കൊരു വീട് സമ്മാനമായി കൊണ്ട് നൽകും എന്നത്. അതുപോലെ അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമിഅ റജുലൻ യഖറ ഖുൽ ഹുവല്ലാഹു അഹദ് ഫഖാല വജബത് ഖാലു യാ റസൂലല്ലാഹ് മാ വജബത് ഖാല വജബ്തു ലഹുൽ ജന്ന. ഒരു വ്യക്തി സൂറത്ത് ഇഖ്ലാസ് ഓതുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കുകയാണ്. പ്രവാചകൻ പറഞ്ഞു, നിനക്ക് വജബത്ത്, നിനക്ക് നിർബന്ധമായിരിക്കുന്നു, അനിവാര്യമായി തീർന്നിരിക്കുന്നു. വീണ്ടും പ്രവാചകരോട് അദ്ദേഹം ചോദിക്കുക, യാ റസൂലല്ലാഹ് മാ വജബത്ത്, എന്താ എനിക്ക് അനിവാര്യമായത്, എന്താണ് എനിക്ക് നിർബന്ധമായത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വജബത്തുൽ ജന്ന, നിനക്ക് സ്വർഗം നിർബന്ധമായി തീർന്നിട്ടുണ്ട്. എന്തേ? സൂറത്ത് ഇഖ്ലാസ് പാരായണം ചെയ്തതിനാൽ. അതുപോലെ മുഅവ്വിദത്തൈനികളായ സൂറത്തുകൾ ഫലക്കും നാസും ഒക്കെ പാരായണം ചെയ്യുന്ന ആളുകൾക്ക് പ്രഭാതം മുതൽ പ്രദോഷം വരെ പിശാച് എന്നുള്ള ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും അത്തരത്തിലുള്ള ആളുകൾക്ക് കടന്നു വരില്ല ഈ സൂറത്തുകൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള സൂറത്തുകൾ മുഖേന നന്മകളുടെ വക്താക്കളായി തീരാൻ, ഖുർആനുമായി ബന്ധപ്പെടാൻ, അങ്ങനെ ഖുർആനിൻ്റെ അഹ്ലികാരായി തീരാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ റമദാനിലൂടെ മാറ്റങ്ങൾ സംഭവിക്കേണ്ടത് ഇത്തരത്തിലുള്ള മേഖലകളിലായതിനാൽ നമ്മൾ കൂടുതൽ താല്പര്യപൂർവ്വം ദീനി സദസ്സുകൾ അല്ലെങ്കിൽ ക്ലാസ്സുകളിലേക്ക് വന്ന് പഠിക്കാൻ കഴിയുന്ന ചെറിയ പ്രാർത്ഥനകളാണെങ്കിൽ പ്രാർത്ഥനകൾ എഴുതിയെടുത്തുകൊണ്ട് പഠിക്കുക. അതുപോലെ അതിൻ്റെ പുസ്തകങ്ങൾ കൈകാലാക്കുക. എന്തൊക്കെ സംവിധാനങ്ങളും സൗകര്യങ്ങളും ഉണ്ടോ അതൊക്കെ ഉപയോഗപ്പെടുത്താനും കൂടുതൽ സുഹൃതങ്ങളും നന്മകളും ചെയ്യാൻ പരമാവധി പ്രയത്നിക്കുക. കാരണം നമ്മൾ മഹാഭാഗ്യം ചെയ്ത ആളുകളാണ്. റമദാനിൽ ജീവിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി കഴിഞ്ഞാൽ നമ്മിൽ നിന്ന് പല ആളുകളും വേർപിരിഞ്ഞു പോയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലും ചുറ്റുഭാഗങ്ങളിലും കുടുംബങ്ങളിലും ഒക്കെയുള്ള ഒരുപാട് ആളുകൾ ഈ റമദാനിൽ നമ്മുടെ കൂടെ ഇല്ലാത്ത എത്രയോ ആളുകളുണ്ട്. എന്നാൽ നമുക്ക് അള്ളാഹു ചിലപ്പോൾ ജീവിക്കാനും റമദാനിൽ നോമ്പ് നോക്കാനും നന്മകൾ ചെയ്യാനും ഭാഗ്യം നൽകിയാൽ നമുക്ക് ഈ നന്മയിലൂടെ നമ്മുടെ നന്മകൾ ഒന്നുകൂടി മോടി പിടിപ്പിക്കാനും അതുപോലെ നന്നാക്കി തീർക്കാനും തിരുത്താനും കൂടുതൽ സുഹൃതം ചെയ്യാനുമുള്ള ഒരവസരമാണ്. അതുകൊണ്ട് നഷ്ടപ്പെടാതെ ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിതം സംസ്കരിക്കാനും ശുദ്ധീകരിക്കാനും കൂടുതൽ അർത്ഥങ്ങൾ പഠിക്കാനും അത് മുഖേന മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനുമുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്ത മുഴുവൻ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് ഏവർക്കും വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. മനസ്സിന് സമാധാനവും ശാന്തിയും സൗഖ്യവും അവൻ പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.